അപ്പോൾ കാലം പുരോഗമിച്ചു. ഹിറ്റാച്ചി കൊണ്ടിട്ട് നമ്മളിവിടെയൊക്കെ തട്ടി നിരപ്പാക്കിയിട്ട് പുതിയ കൃഷികൾ വയ്ക്കാൻ പോകണം. ഇന്ന് ജോലിക്കൊന്നും കൂലിപ്പണിക്ക് അല്ലെങ്കിൽ കൃഷിപ്പണിക്കൊന്നും ഒരാളെയും കിട്ടില്ല. വെറുതെ നമ്മൾ ഉണ്ട് എന്ന് പറയും, വിളിച്ചു കഴിഞ്ഞാലോ ഒരാളെയും കിട്ടില്ല. കണ്ടോ? അപ്പോൾ ഈ സാധനം കൊണ്ടുവന്നു ഇവിടെയൊക്കെ നിരപ്പാക്കി നമ്മൾ കൃഷി ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത, ഒരു മണിക്കൂറിന് ഒരു 1100 രൂപ. ഈ ഒരു മണിക്കൂർ കൊണ്ട് ഒരു 10 ആള് ജോലി ചെയ്യണ ജോലി ഇവന്റെ പണി കഴിഞ്ഞു കിട്ടും. കണ്ടോ? അപ്പൊ ഈ പഴയ വാഴയൊക്കെ വെട്ടി കളയണം, എന്നിട്ട് അതൊക്കെ ഇനി പുതിയത് വെച്ചു കൊടുക്കണം. ഇവിടുത്തെ പുല്ല് കാട് എന്തൊക്കെയുണ്ട് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് മതി. അപ്പോൾ ഒരു മണിക്കൂറിന് നമ്മൾ 1100 രൂപ കൊടുക്കണമെങ്കിൽ 10 ആളുടെ ജോലി ഈ സാധനം കഴിക്കും. ഇതൊക്കെ പഴയ വാഴയായി, ഇതൊക്കെ വെട്ടി കളയണം. അപ്പൊ നമ്മള് നല്ലത് ഇപ്പോഴത്തെ കാലത്ത് ഈ കാലത്ത് ഈ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുക. മനുഷ്യൻ കിടന്നിട്ട് പ്രയത്നിച്ചിട്ടൊന്നും ഒരു ലാഭമില്ല. ഇതിപ്പോ ഇവിടെ കൃഷി ചെയ്തിട്ട് ഒരു ലാഭം കിട്ടിയിട്ടല്ല, എന്നാലും നമ്മള് പറമ്പൊക്കെ ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളുടെ സന്തോഷം, അല്ലാണ്ട് കൃഷി ചെയ്തിട്ട് ലാഭം കിട്ടാനല്ല, നമ്മളുടെ സന്തോഷത്തിന് നമ്മൾ ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചിട്ട് ഇവിടെ കുറച്ച് വാഴ വെച്ചിട്ടാ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 വാഴ കുഴി കുത്തും. അത് കുഴിച്ചെടുത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സമയം കഴിഞ്ഞു. കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഈ കൊലൊക്കെ വെട്ടിക്കളയാ, ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ പണ്ടൊക്കെ ഇതിന്റെ പിണ്ടിക്ക് എടുത്ത് കറി വയ്ക്കും. ഇപ്പൊ ഇന്ന് ആർക്ക് വേണം പിണ്ടി? ഇവിടെയൊക്കെ ക്ലീൻ ആയിക്കണ്ട. പിന്നെ ഒരു 3000 രൂപയ്ക്കുള്ള പണി ചെയ്തു. 3000 രൂപ വെച്ചാണെങ്കിൽ ഒരേക്കർ ഭൂമി മുഴുവൻ ഇവനെ നിരപ്പാക്കി പുല്ലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ നല്ല വൃത്തിയാക്കി. കണ്ടോ? 3000 വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 ആളുടെ പണി കഴിഞ്ഞിപ്പോ. ഇനി കുറച്ച് കുഴിയൊക്കെ കുത്തിയിട്ടാലേ നമുക്ക് കുറച്ച് വാഴക്കണ്ണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു 10 ദിവസത്തേക്ക് നനച്ചു കൊടുത്താൽ മതി. പിന്നെ വാഴയൊക്കെ മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു തുടങ്ങും. കുറച്ച് ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായ. ഉണ്ടല്ലേ? ഇതാണ് ഈ വക വണ്ടികളൊക്കെ വിളിച്ചുള്ള മെച്ചം. പിന്നെ കുറച്ച് കല്ലോ മണ്ണോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീനാക്കി നല്ല സൂപ്പറായിട്ട് കിട്ടും. മണ്ണൊക്കെ നല്ല ഇളക്കം കിട്ടും. ഒരാള് വാഴക്കുഴി കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കുത്തനോടത്ത് മാത്രമാണ് മണ്ണൊക്കെ ഇളകുള്ളൂ. ഇതങ്ങനെയല്ല. ഈ ഹിറ്റാച്ചി കൊണ്ടിട്ട് ഒറ്റ വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ പൊളിഞ്ഞു പോവാണ്. കുഴിയുടെ ഭംഗി ഇത്തിരി കുറയും, പക്ഷേ ആകെ പൊളിഞ്ഞ് മണ്ണൊക്കെ ഇളകി നഖ നാശമായിട്ടുണ്ടാവും. അപ്പോൾ വാഴയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കൊലം കൊണ്ട് വെട്ടാം. കണ്ടോ? പണ്ടൊക്കെ ഇതിൻ്റെയൊക്കെ ഈ വേരുകളൊക്കെ മുറിച്ച് കളഞ്ഞ് 2 ദിവസമൊക്കെ ഉണക്കാനൊക്കെ വയ്ക്കും. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ആർക്ക് സമയം? ഉണക്കലും പിടിക്കലൊന്നും ഇല്ല. കണ്ടോ? ഇവനവിടെ കുഴിച്ചിട്ട് വേരും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും.